മാനിഫെസ്റ്റേഷൻ ഈയിടെയായിട്ട് നമ്മൾ ഏറ്റവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് മാനിഫെസ്റ്റേഷൻ. തിങ്ക്, ഫീൽ, റിസീവ്. അതുപോലെ തോട്ട്സ്, ഇമോഷൻസ്, ആക്ഷൻ. നമ്മൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എല്ലാം നമുക്ക് കിട്ടും. നമ്മൾ ചിന്തിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടുമോ എന്ന് തന്നെയായിരുന്നു എൻ്റെയും ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ വല്ലതും നടക്കുമോ ആവോ എന്ന് തന്നെയായിരുന്നു എൻ്റെയും ക്വസ്റ്റ്യൻ. ശരിയാണ്. തോട്ട് എന്ന് പറയുന്നത് നമ്മളത് ബിലീവ് ചെയ്യുന്നു, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക കൂടിയും ചെയ്യണമല്ലോ. നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ കഥ പറഞ്ഞിട്ട് തുടങ്ങാം. എൻ്റെ ഒരു ഫ്രണ്ട്, ആൾക്ക് എപ്പോഴും യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ജോലിയൊക്കെ ഉണ്ട്, വെൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഈ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ആൾ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും അന്വേഷിച്ച്, ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് അന്വേഷിച്ച്, ഭൂപ്രകൃതിയെക്കുറിച്ച് അന്വേഷിച്ച്, എങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, അവിടെ പോയി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആൾ പ്രിപ്പയർ ചെയ്ത്, ഒരു പ്രിപ്പറേഷന് മുൻപ് തന്നെ ഒരു പ്രിപ്പറേഷൻ എല്ലാം നടത്തി സെറ്റ് ചെയ്ത് വെക്കും. ലൈക്ക് ആഫ്റ്റർ 1 ഇയർ ഒക്കെ ആയിരിക്കും ആ സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്ഥലമാവില്ല നെക്സ്റ്റ് ഇയർ ആൾ ഉദ്ദേശിക്കുന്ന വേറൊരു സ്ഥലം. അത്രയും ആൾ ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ചിന്തിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വയ്ക്കും. ഒരു തോട്ട് മാത്രമല്ല ആൾ ചെയ്തത്, അതിൻ്റെ പുറകിൽ നല്ലൊരു ഹോംവർക്ക് ആൾ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാവാം, ചിലപ്പോൾ ChatGPT ഉപയോഗിച്ചിട്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഷീ ഷെഡ്യൂൾ ദ ട്രിപ്പ്. അത് ആൾ പോലും അറിയാണ്ട് ആൾ ആ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത് പോകുന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും മൂപ്പര് പോവുക തേടി പിടിച്ച്. ഇപ്പോൾ കുറേ ആളുകൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാന്ന് പോലും അറിയാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ആഗ്രഹം അത്രയും തീവ്രമാണ്. ആഗ്രഹം തീവ്രമായ മാത്രം പോരാ അല്ലേ, നമ്മുടെ സിറ്റുവേഷൻസും കറക്റ്റായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. പല സമയത്ത് നമ്മൾ ഡെസ്പറേറ്റ് ആയി പോകും. ഇനി എൻ്റെ കാര്യം പറയാം കേട്ടോ. എനിക്കും ആഗ്രഹങ്ങളൊക്കെ തീവ്രമായിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ടീച്ചറാകും, പഠിച്ച സോഷ്യലി കുറേ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജോഗ്രഫിക്കൽ ബാരിയർ കൊണ്ട് പല കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ച പോലെ അത് ചെയ്യാൻ പറ്റിയില്ല. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മൾ ഡെസ്പെറേറ്റ് ആവും. ഡെസ്പെറേറ്റ് ആവുമ്പോൾ നമ്മളുടെ എനർജി ഭയങ്കര ലോ ആയിട്ടിരിക്കും. എപ്പോഴും ഒരേ എനർജിയിൽ ഇരിക്കണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. തടസ്സങ്ങളുണ്ടാവും, ഉണ്ടാവണമല്ലോ. എന്നാലല്ലേ നമുക്ക് അത് ചലഞ്ചായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എവിടെ പോയാലും എനിക്ക് ഇത് തന്നെയാണല്ലോ പണി, എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ കാണും. അവിടെ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, എൻ്റെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ലൈറ്റ് തേടി പോകും. പ്രകാശം എവിടെയാണ് കിട്ടുന്നത് എന്ന് തേടി നമ്മൾ പോകും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമുക്കുണ്ട്, ഡ്രീംസ് ഉണ്ട്, പക്ഷെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ ബിറ്റ്വീൻ? അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യണം. ചിലപ്പോൾ കുറേ കോഴ്സുകൾക്കൊക്കെ നമ്മൾ ചേരും. ഇപ്പം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് കാണും. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് എനിക്ക് ബ്ലോക്ക് ഉണ്ടായത് എന്നറിയാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക അല്ലേ. നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് എല്ലായിടത്തുനിന്നും പ്രകാശം കിട്ടി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ തിങ്ക് ബിഫോർ യു ലീപ്പ്, അല്ലെങ്കിൽ നമ്മൾ ചാടുന്നതിന് മുമ്പ് ഒന്ന് തിങ്ക് ചെയ്യുക, നമ്മൾ പോണ വഴി ശരി തന്നെയാണോ എന്ന്. ഇനി നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എഗെയിൻ തിങ്ക്, നമ്മൾ വഴി മാറ്റിപ്പിടിക്കണോ എന്ന് ചിന്തിക്കാം. ചില മാർഗ്ഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് ചേഞ്ച് ദ റൂട്ട്. അപ്പോൾ നമ്മൾ റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചു, ഓക്കെ. എന്നിട്ട് നമ്മൾ നല്ല പ്യുവർ മൈൻഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നടക്കും, എന്തായാലും നടക്കും എന്ന് അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. നല്ല നല്ല കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ നല്ലത് നടന്നതൊക്കെ എഴുതി വയ്ക്കുക. നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കീപ്പ് ചെയ്യുക. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ തോട്ട്സിന് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിനൊരു റിഫ്ലക്ഷൻ കിട്ടും. നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ്, നമുക്ക് നല്ലതൊക്കെ വരുന്നുണ്ട് ലൈഫിൽ എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ തോട്ട് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സിംപ്ലി നമ്മൾ ആ മാനിഫെസ്റ്റേഷൻ്റെ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ. ഇനി എൻ്റെ ഒരു സിമ്പിൾ കാര്യം പറയാം കേട്ടോ, ഒരു കുഞ്ഞ് സക്സസ് സ്റ്റോറി. യൂട്യൂബിൽ തന്നെ ഞാനിപ്പോൾ ജോലിയൊക്കെ വിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുകയാണ്. അപ്പം ഈ റൂമിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ആരും കേൾക്കുന്നില്ലല്ലോ. കാരണം ടീച്ചിങ് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാം, കുറേ പേര് നമ്മളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വാസ് ഇൻ ദ പീക്ക് ഓഫ് കരിയർ. ആ ഒരു സമയത്താണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ പാഷനായിട്ടുള്ള എൻ്റെ റൈറ്റിംഗ്, ആ ഒരു സ്കില്ല് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്.
അപ്പോഴും അവിടെ വഴി മുടക്കികളായിട്ട് കുറേ പേര് വന്നു. നീ എഴുതരുത്, നീ കടലാസ് പിടിക്കരുത്, പേന എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വരണമല്ലോ, എന്നാലല്ലേ നമുക്ക് ചലഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കരഞ്ഞ് തളർന്നിരുന്ന് പോകും. അപ്പോൾ നമ്മൾ ഭയങ്കര ലോ ആയിരിക്കും, സെൽഫ് എസ്റ്റീമും ലോ ആയിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ പല പല എഡിറ്റേഴ്സിനും എൻ്റെ കവിതകൾ, കഥകൾ എല്ലാം അയച്ചു കൊടുക്കുന്നത്. അതിൽ ഒരു കഥയ്ക്ക് 4ാം സമ്മാനം കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 4ാം സമ്മാനം വലിയൊരു കാര്യമാണോ എന്ന്. ചിലപ്പോൾ 4ാം സമ്മാനം വലിയൊരു കാര്യമാണ്. എനിക്ക് സമ്മാനമായിട്ടൊന്നും കിട്ടിയില്ല, 4ാം സ്ഥാനം എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ലൊരു വോയിസ് ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ വോയിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വോയിസ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ വേറെ ഏതോ ഞാനായിരുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ വോയിസ് വേറൊരു വോയിസ് ആയിരുന്നു. സ്ട്രെസ്സ് എടുത്ത് എൻ്റെ വോയിസ് മാറിയതാണ്, വോക്കൽ കോഡ് ഇൻഫ്ലമേഷനൊക്കെ വന്ന് അങ്ങനെ മാറിയതാണ്. അപ്പോൾ ഞാൻ പല വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. അവിടെ നിന്ന് ഡൈവേർട്ടായി വന്ന് അപ്പോൾ ഈ ഒരു എഡിറ്റർ എന്നോട് പറഞ്ഞു, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ആൻഡ് പുട്ട് ഓൾ യുവർ പോയംസ് ആൻഡ് സ്റ്റോറീസ് ദെയർ. നിങ്ങൾ എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ, കുറച്ച് കവിതകളും കഥകളൊക്കെ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, അതൊരു പാഷൻ ഇൻ റൈറ്റിംഗ് ആണല്ലോ, എഴുതിക്കോളൂ. എഴുതുന്നത് പബ്ലിഷ് ചെയ്യണമെന്നില്ല, എല്ലാവരും കേൾക്കാനുണ്ടാവും. ഇനി 1-2 ആൾക്കാരോ കേട്ട അത്ര മതി, നിനക്കൊരു സന്തോഷം കിട്ടല്ലോ. വെറുതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കണേറ്റും. അപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു വഴി തെളിഞ്ഞല്ലോ, എൻ്റെ കഥകളും കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ചാനൽ തുടങ്ങിയത് ആരോടും പറഞ്ഞില്ല. ചാനൽ തുടങ്ങി ഞാൻ വിചാരിച്ചു ഒരു 40 years ആകുമ്പോഴേക്കും ഒരു 40 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമോ എന്നൊരു ചിന്തയായി. അങ്ങനെ ഡെയിലി അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. വിത്ത് ആ 40th ബർത്ത്ഡേക്ക് എനിക്ക് 40 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ 40ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് 44 സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. 44 അറിയാത്ത ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. വെറും സീറോ ആയിരുന്നു ഞാൻ. അവിടെ നിന്ന് 44 പേര് എന്നെ കേൾക്കാനുണ്ടായല്ലോ എന്ന്. അങ്ങനെ ഞാൻ നടക്കാൻ പോകുമ്പോൾ തോന്നുന്ന മോട്ടിവേഷനും എനിക്ക് കിട്ടുന്ന സെൽഫ് മോട്ടിവേഷൻ തോട്ട്സും എൻ്റെ റൈറ്റിങ്സ് ആയിട്ട് ഇട്ട് തുടങ്ങി. നോക്കിയപ്പോൾ മലയാളത്തിൽ അങ്ങനെ മോട്ടിവേഷൻ പറയണത് അതോ എല്ലാം ഉണ്ട്, പക്ഷെ പോയം, സ്റ്റോറി, മോട്ടിവേഷൻ ഈ ഒരു കോംബോ കണ്ടില്ല. പിന്നെ ഞാൻ പോയംസും മോട്ടിവേഷനും എല്ലാം ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ തൃശ്ശൂർ സ്ലാങ്ങോ എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി എന്ന് തോന്നി. അങ്ങനെ പല ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിഞ്ഞു, പലരുമായിട്ട് കണക്ഷൻസായി. അങ്ങനെ കുറേ പേര് എൻ്റെ കൂടെ കൂടി. അതിനിടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി, ഇടയിൽ വീണ്ടും തടസ്സം വന്നു. അപ്പോഴും എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തു. എൻ്റെ മനസ്സിൽ എന്താ പറയുക, കിളി പറന്നുപോയി പല സമയത്തും. ഞാൻ വിചാരിച്ചു ഈ യൂട്യൂബ് ചാനലൊക്കെ നിർത്തിയാലോ, സ്ട്രെസ്സോട് സ്ട്രെസ്സ്. അപ്പോൾ ബ്ലോക്ക് വന്നു, വീണ്ടും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതെൻ്റെ ജേർണി ഓഫ് മാനിഫെസ്റ്റേഷൻ ആട്ടോ. മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ കോച്ചൊന്നുമല്ല. അത് കാരണം എൻ്റെ ഒരു രീതിയിലത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. വീണ്ടും ബ്ലോക്ക് വന്നു. ഒരു മനുഷ്യനാണല്ലോ, ബ്ലോക്കുകളും ചലഞ്ചസും എല്ലാം ഉണ്ടാവും. ഇരുട്ടിൽ തപ്പിത്തടയാൻ തുടങ്ങി. അപ്പോൾ കൂടെ നിന്ന ഫ്രണ്ട്സുകൾ എല്ലാവരും പറയേണ്ടതാണല്ലോ. ഫാമിലി പറയണം, അതും പറയേണ്ടതാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും മോട്ടിവേഷൻ വേണം. അപ്പോൾ വീണ്ടും മോട്ടിവേഷനായിട്ട് ഞാൻ അലഞ്ഞുകൊണ്ടേയിരുന്നു. മോട്ടിവേഷൻ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന്. അതിനിടയ്ക്ക് യൂട്യൂബിൽ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പകുതി വെച്ച് നിന്നുപോയി. വീണ്ടും തിങ്ക്, ഫീൽ, റിസീവ് എന്നുള്ളൊരു ആ തോട്ട് മൈൻഡിൽ വന്നു. അപ്പോൾ തോട്ട്സ് മാത്രം പോരാ, നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, സിംപ്ലി ഒരു ഫേസ്ലെസ് ചാനലാണ്. സോ ഹൗ ഐ വിൽ പ്രൊമോട്ട് മൈ ചാനൽ, ഐ ഡോണ്ട് നോ എനിത്തിങ്. I was just putting videos like that I was putting. Sometimes I feel very low. ആ ലോ ആവുന്ന സമയത്ത് നമ്മളെങ്ങനെ നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റണു, അതാണ് പിടിച്ചു നിൽപ്പ്. കൺസിസ്റ്റൻസി വേണം, അറിയാം. നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം, അറിയാം. നമ്മുടെ പാതകളൊന്നും എളുപ്പമുള്ള പാതകളല്ല എന്നും അറിയാം. എങ്കിലും വിശ്വസിക്കുക, സംതിങ് വിൽ വർക്ക് ഫോർ യു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. നമ്മുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്, എവ്രിതിങ് വിൽ ബി ഫുൾഫിൽഡ്. അത് ചെറിയ കാര്യമല്ല കേട്ടോ. നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റപ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം
ടൂൾസ്, ടെക്നിക്സ്, ആക്ഷൻസ്, അതുപോലെ ജേർണലിങ്ങിനെ പറ്റിയിട്ടും ഇഷ്ടം പോലെ വീഡിയോസ്, നല്ല നല്ല കോച്ചിങ് ക്ലാസ്സുകൾ എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഡ്രീം ഇറ്റ്. ഇതൊരു മാജിക്കൊന്നുമല്ല. നമ്മൾക്ക് കുറേ വിഷ് ലിസ്റ്റ് എഴുതിയാൽ കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഡ്രീം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, എവറിത്തിങ് വിൽ ബി ഓക്കെ എന്നങ്ങോട്ട് വിശ്വസിക്കാം. ഇതിന് ഒരു നല്ലൊരു ഫലമായിരിക്കും കിട്ടുക. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നമ്മുടെ റിസൾട്ട് ഇറ്റ്സ് ലൈക്ക് ഇൻക്രെഡിബിൾ. നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം തോന്നും. ആഹാ, ഇതൊക്കെ വർക്കിംഗ് ആണല്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളും ചിന്തിച്ചാലും ചിലതൊക്കെ നടക്കും. നമ്മളും ബ്ലെസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മളും ചില്ലറക്കാരല്ല, നമ്മളും വാല്യൂഡ് ആണ്, അല്ലെങ്കിൽ നമ്മളെയും ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ലെവലാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ വരും അല്ലേ, നമ്മൾക്കൊരു കുഞ്ഞു കാര്യം തന്നെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ. എൻ്റെ ഈ ജേണിയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതേ ഉള്ളൂ. വെറുതെ ചിന്തിച്ചുകൊണ്ട് കാര്യം നടക്കണമെന്നില്ല. പിന്നെ അത് വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക കൂടി വേണം. ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ഫലം ലഭിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ മൈൻഡിൽ നിന്ന് മാത്രമൊന്നുമല്ല കേട്ടോ. കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടും അവരുടെ തോട്ട്സ് കേട്ടിട്ടും അതുപോലെ പല ക്ലാസ്സുകളിലും കയറിയിട്ടും ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. ലൈഫ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ ചെറുതാന്ന് പറയും. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ, മൈക്രോ മൈന്യൂട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇന്ന് 24 hours ഉണ്ട് അല്ലേ? ഇന്നിപ്പോൾ എനിക്കിവിടെ 10 മണിയായി ആവാൻ പോകുന്നു. അപ്പോൾ പല ടൈം സോണിൽ പലർക്കും പല ടൈമിംഗ് ആവും. ഇനിയും സമയം നീണ്ടു കിടക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. കണ്ണ് തുറന്ന് കാണുക, നമ്മൾ എന്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. അവനവൻ്റെ ഉന്നമനത്തിന് വേണ്ടി സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക വാട്ട് യു വാണ്ട് എന്നുള്ളത്. നല്ല നല്ല അഫർമേഷൻസ് കിട്ടും. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം, ഒരു റുട്ടീനാക്കാം. ആൻഡ് ബിലീവ് ദാറ്റ് യു ആർ ദ ബെസ്റ്റ്. സിംപ്ലി പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ മീൻസ് ബിലീവിങ് ഇൻ യുവർ ഓൺ പവർ. നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ലോകം തന്നെ മാറും എന്നല്ലേ പറയണത്. അപ്പോൾ പിന്നെ വിശ്വസിക്കാമല്ലേ.